ഞങ്ങളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. രാത്രിയാണ് പോകുന്നത്. രാത്രിക്കത്തെ രാജറാണി ട്രെയിനിനാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊച്ചുമാവനും ചിന്നുവാണ് വരുന്നത്. പിന്നെ ചിന്നുവിനെ കൊണ്ടുപോകാത്തത് പ്രഗ്നൻസിന്റെ ടൈമിൽ ലോങ് ട്രാവലിംഗ് റിസ്ക് ആയതിനെ കൊണ്ടാണ്. പിന്നെ പോകുന്ന വഴിക്ക് കുഞ്ഞിപ്പെണ്ണും വല്യമാമനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8:45 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിനുശേഷം പിന്നെ ട്രെയിനിന് ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പോഴാണ് ഓല് പറഞ്ഞത് വേഗം പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ സീറ്റ് ഒന്നും കിട്ടുന്നുണ്ടാവില്ലാന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരോടും വേഗം ബായ് പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിന്റെ അടുത്തേക്ക് പോയി. ചിന്നുവിനെ അവിടെ ആക്കി പോകുന്നതിന് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സമയത്ത് ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളായതിനെ കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന്. ഞങ്ങൾ ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. എൻ്റെ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാമിന് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുപോകാൻ അമ്മമ്മ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അല്ലാണ്ട് കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ട്. തിരുവല്ലയിലേക്കായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈമുള്ളതിനെ കൊണ്ട് ഞങ്ങൾ ചെറിയ രീതിക്കൊക്കെ ഒന്ന് ഉറങ്ങി. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരുവല്ല എത്തി. ഇനി അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.